ഇവിടുത്തെ ഉപ്പാക്ക് മട്ടനിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സാധനമാണ് കേട്ടോ ഇത്. ഉണ്ടാക്കിയാലും 1-2 പീസ് അതിലപ്പുറമൊന്നും കഴിക്കൂല കേട്ടോ. എപ്പോഴും അങ്ങനെ തന്നെയാണ്, എല്ലാ ഡിഷും അങ്ങനെ തന്നെ കഴിക്കുള്ളൂ. ചെറുതായിട്ട് ടേസ്റ്റ് നോക്കുക എന്ന് പറയില്ലേ, അങ്ങനെ. അപ്പോൾ നമ്മുടെ കൊത്തിറച്ചി ഞാൻ കഴുകി വാരി വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ പോയ ശേഷം മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. മട്ടനാണ് കേട്ടോ സംഭവം. ഇതുപോലെ നരച്ചെടുത്ത ഇറച്ചിയിലോട്ട് ഞാനിവിടെ ഒരു വലിയുള്ളി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നല്ല വലിയ വലിയുള്ളിയായിരുന്നു. പിന്നെ മല്ലിയില ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ മട്ടൻ മസാല വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ എന്തായാലും 1 സ്പൂൺ മട്ടൻ മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല ഒരു 1/4 സ്പൂണ്, ഇഞ്ചി വെളുത്തുള്ളി പീസ് 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് വെളിച്ചെണ്ണയും. പിന്നെ ഇതിലോട്ട് നമുക്കിനി തേങ്ങ അതുപോലെ കടലപ്പരിപ്പൊക്കെ ഈ ഇറച്ചി അരയ്ക്കുമ്പോൾ അതിലാക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ എന്തായാലും ഇതിലോട്ട് അത് ചേർത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് ഇതുപോലെ വട തട്ടി അങ്ങ് എടുക്കുക. എന്നിട്ട് നമ്മളിതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ മീൻ വറുക്കണ പോലെ അങ്ങ് വറുത്തെടുത്താൽ മതി കേട്ടോ. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് സമയം എടുത്തിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ. പലരും ചോദിക്കുന്നുണ്ട് ഇത് വെന്ത് കിട്ടുമെന്ന്. സൂപ്പറായിട്ട് വെന്ത് കിട്ടും. അരച്ച ഇറച്ചിയല്ലേ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പക്ഷെ നമ്മളിവിടെ സ്ലോ കുക്കിംഗ് ആണ് ചെയ്യുന്നത്. കുക്ക് ചെയ്ത ശേഷം കുറച്ച് മല്ലിയിലൊക്കെ തൂവി ഇച്ചിരി നാരങ്ങയുടെ നീരൊക്കെ അങ്ങ് ഇട്ട് കൊടുത്ത് 2 വലിയുള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് അങ്ങ് കഴിച്ചിട്ടുണ്ടല്ലോ. ആഹാ, എന്താ രുചിയെന്നറിയോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, സേവ് ചെയ്യുക. ബായ്.